ഫിലിം പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഴുവനായും പുറത്തു വിട്ടിട്ടില്ല. ഇനി വരുന്ന കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഹൈക്കോടതിയിൽ മുഴുവൻ റിപ്പോർട്ടുകളും സമർപ്പിക്കേണ്ടതാണ് എന്ന് കോടതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനിടയിൽ മമ്മൂട്ടിയും മോഹൻലാലും ഓടി ഒളിച്ചിരിക്കുന്നു. ഇതാണ് വാർത്ത. ഇത് ഞങ്ങൾ പറയുന്നതല്ല, പലരും വിളിച്ചു ചോദിക്കുന്നു, മമ്മൂട്ടിയും മോഹൻലാലും എവിടെ? മോഹൻലാൽ ആശുപത്രിയിലാണെന്നും പറയുന്നു, പിന്നെ അതല്ല വേറെ സ്ഥലത്താണെന്ന് പറയുന്നു, മമ്മൂട്ടിയെ കാണാനില്ല എന്നും പറയുന്നു. ഇത് എന്ത് സത്യാവസ്ഥയുണ്ട്? സത്യാവസ്ഥ അവർക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം ഓരോരുത്തർക്കും ഓരോ ആവശ്യം ഉണ്ടാവണമല്ലോ. അവർ ഗൾഫിൽ പോയോ വിദേശത്ത് പോയോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ചോദ്യം സിനിമാ രംഗത്തെ പ്രഗത്ഭരായ പലരും ചോദിക്കുന്നു, ഇവരടുത്ത സുഹൃത്തുക്കൾ ചോദിക്കുന്നു, ഞങ്ങളടക്കമുള്ള മാധ്യമ പ്രവർത്തകരും ചോദിക്കുന്നു, നിങ്ങളെവിടെ പോയി? ഈ സമയത്ത് നിങ്ങൾ രണ്ടുപേരുടെയും സാമീപ്യം ഇവിടെ അത്യാവശ്യമായിരുന്നു ആലോചിക്കണം. അവിടെ നിങ്ങൾ പ്രത്യക്ഷപ്പെടാതെ നിങ്ങൾ എവിടേക്കാണ് ഓടി ഒളിച്ചത്? പ്രത്യേകിച്ചൊരു കാരണം താരസംഘടന അമ്മയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഈ അമ്മ നടുക്കടയിൽ പെട്ട വള്ളം പോലെ ആടി ഉലഞ്ഞ അവസരം കൊണ്ടായിരുന്നു. അപ്പോഴും മോഹൻലാൽ അടക്കമുള്ളവരാണ് അത് നിയന്ത്രിച്ചതും വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോയതെന്ന് ആലോചിക്കണം. ഇപ്പോൾ ഒരു പുതിയ പ്രതിസന്ധി വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത്, ജനറൽ ബോഡി സമയത്ത് ഞങ്ങൾ വ്യക്തമായി പറഞ്ഞിരുന്നു, സിദ്ദിഖ് 6 മാസത്തിൽ കൂടുതൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനു മുമ്പ് തന്നെ 4 മാസം മുമ്പ് തന്നെ ആൾ പോയി. ഞങ്ങൾ വിചാരിച്ച കാരണമൊന്നായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വന്ന കാരണങ്ങൾ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണെന്ന് ആലോചിക്കണം. അപ്പോൾ ആ സ്ഥാനം രാജിവെച്ചു. ഇന്ന് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നോ നാളെയോ അറസ്റ്റ് നടക്കാൻ സാധ്യതയുണ്ട്. രഞ്ജിത്ത് രാജിവെച്ചു. മുകേഷിൻ്റെ കേസ് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അങ്ങനെ കുറേ പേരുടെ, അതായത് അമ്മയുമായി ബന്ധപ്പെട്ട വലിയ വലിയ ആൾക്കാരുടെ പേരുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നു, നടികളെല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നു, പറയാൻ അവർക്ക് മടിയില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. ഈ അവസ്ഥയിൽ മമ്മൂട്ടിയുടെ സാന്നിധ്യം അത്യാവശ്യമായിരുന്നു. മമ്മൂട്ടിയൊന്നും പറഞ്ഞില്ല, എവിടെയാണെന്ന് അറിയുന്നില്ല. മോഹൻലാൽ വരുന്നില്ല, പറയുന്നില്ല. പക്ഷെ ഇതിനിടയിൽ വേറൊരു കാര്യം കൂടി വന്നിരിക്കുന്നു. ഈ കമ്മിറ്റിയിലെ അമ്മയിലെ പ്രധാനപ്പെട്ടവരുടെ പേരുകളാണ് ഇങ്ങനെ നാറി തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് മോഹൻലാൽ രാജിവെക്കാനാണ് ആദ്യം തീരുമാനിച്ചത്. മോഹൻലാൽ രാജിവെക്കാൻ തീരുമാനിച്ചെങ്കിലും ഉപദേശം മമ്മൂട്ടിയോട് ചോദിച്ചു. മമ്മൂട്ടി പറഞ്ഞതായിട്ടാണ് ഇപ്പം ഇങ്ങനെ വാർത്തകൾ പരന്നു നടക്കുന്നത്. തനിച്ചല്ല, മൊത്തം കമ്മിറ്റി പിരിച്ചുവിടുമോ, രാജിവെച്ചു എന്ന് കൊടുക്കൂ. കാര്യം ഇനി ആരൊക്കെ ഇതിൽ പെടുന്ന അറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഓരോരുത്തർ വാർത്ത വരുമ്പോൾ രാജിവെക്കുന്നേക്കാൾ നല്ലത് ഈ കമ്മിറ്റി മൊത്തം രാജിവെക്കുമെന്ന്. അങ്ങനെയാണ് രാജിവെക്കാനുള്ള തീരുമാനമെടുത്തത്. ആ തീരുമാനമെടുത്തത് എല്ലാവരെയും വിളിച്ചു കൂട്ടി ഓഫീസിൽ വന്നിരുന്നു കൊണ്ട് രാജി എഴുതി കൊടുക്കുകയല്ല, മോഹൻലാലും വന്നിട്ടുമില്ല എന്നാലോചിക്കണം. പക്ഷേ ഇപ്പോൾ എതിർപ്പ് വേറെ വന്നിരിക്കുന്നു. 4 or 5 പേര് എക്സിക്യൂട്ടീവ് മെമ്പർമാർ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ എന്തിന് രാജിവെക്കണം? ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളുടെ രാജി പ്രാബല്യത്തിൽ വരുത്താൻ പാടില്ല എന്നവർ പറഞ്ഞു കഴിഞ്ഞു. അതിനൊരു കാരണമുണ്ട്. ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു നടനെ വിളിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. കാരണം ഇത് ഈ കേസിൽ എല്ലാവരും ഉൾപ്പെട്ട പോലെ തോന്നും. അപ്പോൾ രാജിവെക്കുമ്പോൾ ഇതിലെല്ലാവരും കുറ്റം ചെയ്തിട്ടുണ്ട്, അങ്ങനെ ബാധിക്കാൻ പാടില്ല. അത് കുറ്റം ചെയ്യാത്തവരെന്തിനു ബാധിക്കുന്നു? അതുകൊണ്ട് കുറ്റം ചെയ്യുന്നവർ മാത്രം വെച്ചാൽ പോരെ എന്നൊരു ചർച്ച നടക്കുന്നുണ്ട്. ചർച്ച നടക്കുമല്ല, യുവ നടന്മാരുടെ നേതൃത്വത്തിൽ ഈ അമ്മ ഒന്നിൽ അവരെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ അവർ വേറൊരു അമ്മ ഉണ്ടാക്കാൻ പോകുന്നു. ഇങ്ങനെയുള്ള വാർത്തകൾ നടക്കുന്നുണ്ട്. ആ സമയത്ത് മമ്മൂട്ടിയും മോഹൻലാലും ആവശ്യമായിരുന്നു. കാരണം അമ്മയുടെ തലപ്പത്ത് ഇരിക്കേണ്ടത് ഒന്നുകിൽ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ ആലോചിക്കണം. എവിടെയും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഓടി ഒളിക്കുന്നത് ശരിയല്ല. അങ്ങനെ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, സത്യത്തിൽ ഈ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും രക്ഷപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിച്ചത്. അവരെന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കും. അപ്പോൾ പറഞ്ഞത് അങ്ങനല്ല,
അവർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കാര്യത്തിൽ ഭയന്നിട്ടാണ് അവർ ഓടി ഒളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഭയന്നു എന്നുള്ള വാക്ക് മനസ്സിലായില്ല. അല്ല, ഭയന്നു എന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ടിൽ പലരുടെയും പേരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പല വിഗ്രഹങ്ങളും തകരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് മമ്മൂട്ടിയെ വിളിക്കാം, മമ്മൂട്ടി ഇടപെടിക്കാം. കാരണം മമ്മൂട്ടി മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ്, ഇതിൻ്റെ കൈരളിയുടെ ചെയർമാനാണ്, പല ബന്ധങ്ങളുമുണ്ട്. മോഹൻലാലും ഈ പാർട്ടി അടുപ്പമുള്ളതാണ്. അപ്പോൾ ഈ രണ്ടുപേരും കൂടിക്കൊണ്ട് മുഖ്യമന്ത്രിയെ സ്വാധീനിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഒറിജിനൽ പുറത്തു വിടാതെ 10-12 പേജുകൾ മാറ്റി വെച്ചുകൊണ്ട് ഇതിന് പുറകിൽ ഇവർ രണ്ടുപേരുമാണെന്നുള്ള പ്രചരണം വന്നു കഴിഞ്ഞു. അത് പത്രക്കാരും മറ്റും ഇവരോട് ചോദിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ പുറത്തു വരാത്തത് എന്നും പ്രചരണം നടക്കുന്നുണ്ട്. ഏതാണ് സത്യം? ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഇവരെ രണ്ടുപേരെക്കുറിച്ചും എനിക്കുണ്ടായൊരു ധാരണയുണ്ട്. ഇവരങ്ങനെ പറയുമോ? ഇവരിത്രയും സ്ത്രീക്ക് വേണ്ടി വാദിച്ചവരാണ് രണ്ടുപേരും. എനിക്കറിയാം, ആ നടിപീഡന കേസുമായി ബന്ധപ്പെട്ട് ഇവർ നടിയോടൊപ്പം നിന്നവരാണെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള ഇവർ ഇപ്പോൾ ഈ വേട്ടക്കാരുടെ പക്ഷത്ത് നിൽക്കുമോ, അവരെ സംരക്ഷിക്കുമോ എന്നൊരു ചോദ്യം കൂടി ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, ഇവിടെ കോടതി അടക്കം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, 10-12 പേജ് ഇവിടെ നഷ്ടപ്പെട്ട് ആ പേജ് അടക്കം പൂർണ്ണമായി കൊണ്ടുവന്ന് സീൽ വെച്ച് തരണമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഔദ്യോഗികമായി പുറത്ത് വിട്ടിട്ടില്ലെങ്കിലും അറിയാൻ കഴിഞ്ഞതെന്താ, എവിടെന്ന് എന്ന് ചോദിക്കരുത്. ആ സോഴ്സ് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ പേജുകളിലാണ് കുറേ പേരെന്ന് പറഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റുകളല്ല, നമ്മളൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആരാധിക്കുന്ന കുറേ നടന്മാരുടെ പേരുകൾ, നടന്മാർ മാത്രമല്ല കേട്ടോ, സംവിധായകരുണ്ട്, അങ്ങനെ കുറേ വമ്പന്മാരുടെ പേരുകൾ അടങ്ങിയാണ് ഈ 10-12 പേജ് നരയ്ക്കും. അത് ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഒരു പേടിക്കാനൊന്നുമില്ല. അവിടെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്, കളിയൊക്കെ വേറെ സാധനം കൊണ്ടുപോടോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സാധനം കൊണ്ടുവരാൻ കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിലും നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണെന്നോ, വളരെ ഈസിയല്ലേ. ഇപ്പോൾ 300 പേജ് ഉണ്ടെങ്കിൽ ആ 300 പേജിൽ ഇത്രാമത്തെ പേജാണ്, ഇത്രാമത്തെ പേജ് തൊട്ട് ഇത്രാമത്തെ പേജിലുള്ള 12 പേജെങ്കിൽ ആ പേജ് അങ്ങനെ മാറ്റി എന്ന് പറഞ്ഞാൽ ബാക്കി ആ 12 പേജിൽ എഴുതി ചേർത്താൽ പോരെ? കോടതിക്കും ബോധ്യമാവില്ലേ 300 പേജ് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇതിലെന്താ എഴുതിയിരിക്കുന്നത്? ഇത് വല്ല മറ്റേ മാധ്യമങ്ങളൊക്കെ പടച്ചുണ്ടാക്കിയാണ്. അവന്മാർക്ക് വേറെ ജോലിയൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ അവന്മാരെ പിടിച്ച് ഇപ്പോൾ സുരേഷ് ഗോപി അടക്കം അടിക്കാൻ പോവുമോ എന്നൊക്കെ ചോദിക്കാം. മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന റിപ്പോർട്ടുകൾ അവർ തനിച്ച് മാത്രം ഉണ്ടാക്കുന്നതല്ല, അവർക്ക് കൊടുക്കുന്നത് തന്നെയാണെന്ന് ആലോചിക്കണം. ഇവിടെ എല്ലാ കേസുകളിലും, എല്ലാ സത്യസന്ധമായ റിപ്പോർട്ടുകളിലും ഈ കേസുകൾ കൊടുക്കാൻ ഇപ്പോൾ ഈ മന്ത്രിസഭയിൽ ആളുണ്ട്, സെക്രട്ടേറിയറ്റിൽ ആളുണ്ട്, അല്ലെങ്കിൽ അന്വേഷിച്ചവരുടെ കൂട്ടത്തിൽ ആളുണ്ട് എന്ന് മനസ്സിലാക്കണം എന്ന് ആലോചിക്കണം. ഇത് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം പരസ്യമായി വരും. അവിടെ വിരൽ ചൂണ്ടുന്നത് മമ്മൂട്ടിക്കും മോഹൻലാൽ നേരെയായിരിക്കും. നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ കള്ളം പറയരുത്. കാരണം നിങ്ങളുടെ സിനിമകൾ കണ്ട് ആരാധിച്ച് പോകുന്നവരുണ്ടെന്ന് ആലോചിക്കണം. നിങ്ങളെ ജാതി മത രാഷ്ട്രീയങ്ങളിൽ സംരക്ഷിച്ച് നിൽക്കുന്ന ഒരു തലമുറയുണ്ടെന്ന് ആലോചിക്കണം. അവരെ ചതിച്ചുകൊണ്ട് നിങ്ങൾ എവിടെ പോയി? ഈ ചോദ്യത്തിന് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ.